അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഏറ്റവും പുതിയ 2020 BS6 നെക്സോണിൻ്റെ ഉള്ളിലാണ്. നെക്സോണിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഏറ്റവും സേഫ്റ്റിയസ്റ്റ് കാറിൽ ഒരു കാറാണ് നെക്സോൺ. ക്രാഷ് ടെസ്റ്റിലൊക്കെ ഒന്നാമതെത്തിയിരിക്കുന്ന കാറാണ് നെക്സോൺ കാർ. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിയപ്പെടുകയും ആളുകൾ ഇഷ്ടപ്പെടുകയും ആളുകൾ വാങ്ങിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്ന കാറുകളിൽ ഒരു കാറാണ് നെക്സോൺ. ആ നെക്സോണിൻ്റെ ഏറ്റവും പുതിയ BS6 മോഡലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. നമുക്കിന്ന് ടാറ്റ നെക്സോണിനെ കുറിച്ചൊന്ന് അറിയാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറ്റ നെക്സോണിനെ കുറിച്ചാണ്. നെക്സോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സേഫസ്റ്റ് കാർ എന്ന് പറയാം. 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയ ആദ്യത്തെ ഇന്ത്യയിലെ സേഫസ്റ്റ് കാറാണ് നെക്സോൺ എന്ന് പറയുന്നത്. കോമ്പാക്ട് XUV സെഗ്മെന്റിലാണ് നെക്സോൺ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നമുക്കിപ്പം നെക്സോൺ BS4 തന്നെ നമുക്ക് സേഫ്റ്റിയിൽ 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയാണ് നമുക്ക് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം BS6 വന്നപ്പോഴത്തേക്ക് നെക്സോണിൽ കുറെ അഡ്വാൻസ്ഡ് ടെക്നോളജീസും പിന്നെ കുറച്ച് ഫീച്ചേഴ്സ് ഡിഫറൻസും ഒക്കെ വരുന്നുണ്ട്. അതായത് നമ്മുടെ ഇപ്പം നെക്സോണിന്റെ വേരിയൻസിനെ കുറിച്ച് അറിയാൻ ഞാൻ പറഞ്ഞു. അതായത് നെക്സോൺ മൊത്തം 4 വേരിയൻസിലാണ് നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് XC, XM, XZ, XZ+. ഇങ്ങനെ മൊത്തം 4 വേരിയൻസ്. പിന്നെ അഡീഷണൽ ആയിട്ട് പുതുതായിട്ടൊരു ഓപ്ഷൻ ബൈക്ക് വന്നത്, അതായത് XZ+4. അതിൽ നമുക്കിപ്പം പുതുതായിട്ട് സൺറൂഫും പനോരമിക് സൺറൂഫും, നേരത്തെ നമ്മുടെ ഹൈറ്റിൽ കണ്ട പോലെ ഓപ്പണിംഗ് ഇല്ലെങ്കിൽ പോലും പനോരമിക് സൺറൂഫും, പിന്നെ വരുമ്പോഴത്തേക്ക് ഓട്ടോ ഹെഡ്ലാമ്പ്സ്, ഓട്ടോ വൈപ്പർ, ഇൻബിൽറ്റ് GPS, അത് എടുത്ത് പറയേണ്ടതാണ്. ഇൻബിൽറ്റ് GPS-ഓട് കൂടി തന്നെയാണ് പുതിയ നെക്സോൺ XZ+4 എന്ന് പറയുന്ന വണ്ടി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് നെക്സോണിന്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു 790 മുതൽ സ്റ്റാർട്ടിങ് വരുന്നതാണ് ബേസ് മോഡൽ. നമുക്ക് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വാങ്ങലാവുന്നതാണ്. അതുപോലെ തന്നെ ഈ വേരിയൻസിൽ ഓട്ടോമാറ്റിക്കും ഉണ്ട്. 3 വേരിയന്റിൽ ഓട്ടോമാറ്റിക് അവതരിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വേരിയന്റ് ആയ XM-ൽ ഓട്ടോമാറ്റിക് ഉണ്ട്, XMA എന്ന് പറയും. അത് വരുമ്പോഴത്തേക്ക് ഒരു 9-9.25 രൂപയ്ക്ക് അടുത്ത് വരുന്നു. പിന്നെ അതിന്റെ അടുത്ത വേരിയന്റ് XZ+, ടോപ്പ് എൻഡ് വേരിയന്റിൽ ഓട്ടോമാറ്റിക്. പിന്നെ XZ+O, ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ ഓപ്ഷൻ ബൈക്കിലും ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. ഇതിന് പെട്രോൾ വേരിയന്റ് മാത്രമല്ലേ വരുന്നത്? അല്ല, ഡീസൽ വേരിയന്റ്. അതെ അതെ. നമുക്കപ്പം BS4 ബേസ് ടു BS6 വന്ന ഡിഫറൻസ് ഉണ്ട്.
നമുക്കിപ്പം നേരത്തെ BS4 ഈ ഒരു ബോണറ്റ് സൈഡ് താഴോട്ട് സ്ലോപ്ഡ് ആയി. ഇപ്പം നമുക്ക് അത് നേരെ മുകളിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതായത് ഈ ബോണറ്റ് സൈഡ് കുറച്ചുകൂടെ ഒരു XUV സെഗ്മെന്റ്, ഒരു XUV ലുക്ക് നമുക്ക് പുറത്തുനിന്നും അകത്തുനിന്നും. അതെ അതെ അതെ. പിന്നെ നമുക്ക് ആ ഗ്രില്ല് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരത്തെ ഹണികോം ഗ്രില്ലായിരുന്നു യൂസ് ചെയ്തുകൊണ്ട്, നമുക്കപ്പോൾ ഗ്രില്ല് ചേഞ്ച് ചെയ്ത് പുതിയൊരു ഗ്രില്ല് നമുക്ക് ഇവിടെ അവതരിപ്പിച്ചേക്കുവാണ്. ജസ്റ്റ് ട്രൈയാറോ ഡിസൈൻ, മൊത്തം നമ്മുടെ ട്രൈയാറോ ഡിസൈനിലാണ് വേണ്ടി വരുന്നത്. അതെ അതെ, പാർക്കിംഗ് ഹൈലൈറ്റ്. പിന്നെ നമുക്ക് താഴെ നോക്കുമ്പോൾ നമുക്ക് ആ ട്രൈയാറോ ഡിസൈൻ കാണും. ഇപ്പൊ നമ്മുടെ വണ്ടി കൂടുതലും ട്രൈയാറോ ഡിസൈനിലാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഹെഡ്ലാമ്പ്സിലേക്ക് വരാം. ഹെഡ്ലാമ്പ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ടോപ്പന്റെ വണ്ടികൾ കാണാവുന്നതാണ് നമുക്ക് പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ്. പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സ് വിത്ത് DR. ഇത് DR യൂണിറ്റ് ആണ്. നമ്മുടെ BS4 ഒരു കണ്ണിന്റെ രീതിയിലായിരുന്നു DR അവതരിപ്പിച്ചിരുന്നത്. അത് ഒറ്റ ഫംഗ്ഷനിൽ മാത്രമായിരുന്നു, DR മാത്രമേ ഉള്ളായിരുന്നു. അതേസമയം നമുക്ക് BS6 വന്നപ്പോൾ DR 2 അഡീഷണൽ യൂസ് കൂടാണ്. അതായത് DR വിത്ത് നമ്മൾ ഹരിയറിൽ കണ്ട പോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്ററും DR വരുന്നുണ്ട്. വിത്ത് ടേണിംഗ് ഇൻഡിക്കേറ്റർ ആണ് ഈ DR ഓപ്ഷൻ വരുന്നത്. പിന്നെ ഫോഗ് ലാമ്പിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ പല ലെവലിലായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞു നമ്മുടെ കോർണറിംഗ് ഫോഗ് ലാമ്പ്. ആ സെയിം ഫീച്ചർ തന്നെ നെക്സോണിൽ യൂസ് ചെയ്യുന്നു. 60 ഡിഗ്രി നമ്മൾ വണ്ടി സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ആയി കഴിഞ്ഞാൽ നെക്സോണിലും അതുപോലെ തന്നെ ഏത് ഭാഗത്തേക്കാണോ നമ്മുടെ സ്റ്റിയറിംഗ് ചെയ്യുന്നത് ആ ഭാഗത്തെ ഫോഗ് ലാമ്പ്സ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അതാണ് കോർണറിംഗ് ഫോഗ് ലാമ്പ്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ കിടക്കുന്ന വേരിയന്റ് XZ+ ആണ്. ഇതിന്റെ മണ്ടയ്ക്ക് ഒരു വേരിയന്റ് കൂടെ ഉള്ളൂ, XZ+. അതാണ് പുതിയ അപ്ഡേഷനിൽ വന്നത്. ഇൻബിൽറ്റ് GPS-ഉം സൺറൂഫും ഓട്ടോ ഹെഡ്ലാമ്പ്സും ഓട്ടോ വൈപ്പറും ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ പെട്രോൾ വേരിയന്റ് ഇത് പെട്രോള് ടോപ്പ് എൻഡ് XZ+ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. BS6 വന്നപ്പോഴും ഇതുപോലെ സേഫ്റ്റി 5 സ്റ്റാർ റേറ്റിംഗോട് കൂടി തന്നെയാണ്. പിന്നെ BS4 ഇല്ലാത്ത അപേക്ഷിച്ച് കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഇതിനകത്ത്. അതായത് നമുക്ക് BS4 സേഫ്റ്റി ഫീച്ചറായിട്ട് 2 എയർ ബാഗ്, ABS-ഉം EBD-യും ബോണസ് സ്റ്റെബിലിറ്റി മാത്രമേ ഉള്ളായിരുന്നു. അതേസമയം BS6 വന്നപ്പോഴത്തേക്ക് അഡീഷണൽ ആയിട്ട് ESP ആഡ് ചെയ്തു. ഞാൻ ഹരിയറിൽ പറ്റിയപ്പെടുത്തിയിട്ടുണ്ട് ESP, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി. ആ സെയിം ഫീച്ചറാണ് നെക്സോണിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. XUV സെഗ്മെന്റിൽ അവതരിപ്പിച്ച ESP നേരെ കോമ്പാക്ട് XUV സെഗ്മെന്റിൽ കൂടെ ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നു. ആ സെയിം ബഡ്ജറ്റ്. അതുപോലെ തന്നെ ഹിൽ ഹോൾഡ് കൺട്രോൾ നെക്സോണിൽ. അതായത് നെക്സോൺ നേരത്തെ ഓട്ടോമാറ്റിക്കലി ചെറിയ ആൾക്കാർ ചോദിക്കുന്നത് കേരളത്തിൽ കൊണ്ടുവരുമ്പോൾ അതേസമയം പുതിയ നെക്സോൺ എത്ര വലിയ കേരളത്തിൽ കൊണ്ട് നിർത്തിയാൽ 2 സെക്കൻഡ് ഹോൾഡ് ആയിരിക്കും. അതായത് ബ്രേക്കും ആക്സിലേറ്ററും മാറി ചവിട്ടാനുള്ള ടൈം അത് നമുക്ക് ഹോൾഡ് ചെയ്യും. അത്രയും നേരം നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യും, ഇറങ്ങി വരത്തില്ല. അതാണ് ഹിൽ ഹോൾഡ് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഹിൽ ഹോൾഡ് കൺട്രോൾ സഹിതമാണ് പുതിയ നെക്സോൺ നമുക്ക് BS6 അഡ്വാൻസ്ഡ് ആണ് മൊത്തത്തിൽ. നമ്മുടെ അലോയും നോക്കാം. നമുക്ക് അലോയും ടോട്ടലി ചേഞ്ച് ചെയ്തേക്കുവാണ്. BS4 വേറെ രീതിയിലായിരുന്നു അലോയ് കൊണ്ടുവന്നിരുന്നത്. ഇപ്പം BS6 വന്നപ്പോഴത്തേക്ക് ഡയമണ്ട് കട്ട് ഡ്യുവൽ ടോൺ അലോയ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് അതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളും നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. പിന്നെ R60 ആണ് വീലിന്റെ സൈസ് വരുന്നത്. പിന്നെ മെയിനായിട്ട് നെക്സോണിന്റെ കേസിൽ നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. വളരെ വലിയൊരു പ്രത്യേകതയാണ് നെക്സോണിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. 209 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന കോമ്പാക്ട് XUV സെഗ്മെന്റിൽ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നെക്സോൺ ആണ്. 209 ആണ്. വേറെ ഒരു വണ്ടിയിലും ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് പറയാനില്ല. എത്ര വലിയ പാലക്കെട്ടിന്റെ ഇടയ്ക്കൂടെ നമുക്ക് വണ്ടി സുരക്ഷിതമായിട്ട് എടുക്കുള്ളൂ. അടി തട്ടുന്നത് പേടിയേ വേണ്ട. 209 mm ആണ്. നമുക്ക് നോക്കുമ്പോൾ അറിയാം ഗ്രൗണ്ട് ക്ലിയറൻസ്. നോക്കുമ്പോൾ അതിന്റെ ഒരു കണ്ടീഷൻ നോക്കുമ്പോൾ അറിയാം. അതുപോലെ തന്നെ നമുക്ക് ഡോറിലൊരു സൈഡ് ബ്ലീഡിങ്ങും ഇൻബിൽഡ് ആയിട്ട് തന്നെ ആഡ് ചെയ്തു. അത് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, സ്ക്രാച്ച് ആവും. പിന്നെ നമ്മുടെ വണ്ടിയിലെല്ലാം നമ്മൾ കണ്ടായിരുന്നു പിയാനോ ബ്ലാക്കിങ് ഒരു ഫിനിഷിംഗ് ഉള്ള പേര്. അത് നെക്സോണിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടേണിംഗ് ഇൻഡിക്കേറ്ററും നെക്സോണിൽ മിററിൽ തന്നെ ഇൻബിൽഡ് ആണ്. പിന്നെ ഡിസൈനിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു റൂഫിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ മുതലേ ഈ ഒരു റൂഫ് റെയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ടോപ്പ് എൻഡ് വേരിയന്റിൽ അതായത് XZ മുതലുള്ള വേരിയന്റിൽ മാത്രമേ ഈ ഒരു ഉണ്ടായിരുന്നു. അതേസമയം ഇപ്പം XM എന്ന് പറഞ്ഞ വേരിയന്റ് മുതൽ നമുക്ക് അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ആഡ് ചെയ്യും. പിന്നെ ഇത് പുതിയൊരു ഡിസൈനിങ് തന്നെയാണ്. ഇത്രയും വെച്ച് ഈ ഒരു പോർഷനിൽ ബ്ലാക്ക് കളർ കൂട്ടിക്കൊടുത്തത്. ടെയിൽ ലാമ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും
ഒരു വളരെ നല്ലൊരു മനോഹരമായ രീതിയിലാണ് ജയിലാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 2 ഡയമെൻഷനായിട്ട് ഈ ഒരു പാട്ടുമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡീഫോഗറാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ജസ്റ്റ് ഇവിടേക്കൊന്ന് വരാനുള്ള ഇതുണ്ടോ, ഇതൊരു ആനിമൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാ വണ്ടിയിലും ഉണ്ട് ആനിമൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു ഏതെങ്കിലും ഒരു ആനിമലിന്റെ ഒരു ലോഗോ എന്ന് പറയുന്നത്. അതായത് ടാറ്റ മാക്സിമം ആനിമൽ സേഫ്റ്റിയാണ് നോക്കുന്നത്. അതായത് നമ്മൾ പ്യുവർ ലെതർ ഒരു വണ്ടിയിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനിമൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മാത്രമായിരുന്നു. നേരത്തെ ഞാൻ പരിചയപ്പെടുത്തിയത് തന്നെ ഒരു സ്മാർട്ട് വൈപ്പറാണ് നെക്സോണിലും വരുന്നത്. സ്മാർട്ട് വൈപ്പർ തന്നെ ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ റിവേഴ്സ് ക്യാമറ വിത്ത് റിവേഴ്സ് സെൻസർ, പിന്നെ സ്റ്റിയറിംഗ് ലൈൻസും നമുക്ക് ക്യാമറയും കാര്യങ്ങളും എല്ലാം ആ സ്ക്രീനിൽ കിട്ടും. റിവേഴ്സ് സെൻസർ വരുന്ന ഈ ഒരു പോർഷനിലാണ്. ഈ ഒരു പോർഷൻ നമുക്ക് സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആണ്, സ്ക്രാച്ച് ഉണ്ടാവത്തില്ല. ഈ ഒരു ബമ്പർ വരുന്നത് ബൈക്കിന്റെ ബമ്പറിലും കാണാൻ നമുക്കൊരു ടയറും ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് ചെയ്യാവുന്ന കൂട്ടും കാര്യങ്ങളാണ് അതുകൊണ്ട് ഒരു മനോഹരമായിട്ടുണ്ട് ബാഡ്ജിങ്. നേരത്തെ ഇതുപോലെ ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു XCA നമുക്ക് വേരിയൻസ് ബേസിൽ ബാഡ്ജിങ് ഉണ്ടായിരുന്നു. അതേസമയം നെക്സോൺ ഇപ്പോൾ വരുന്ന നമ്മുടെ ഒരു വണ്ടിയിലും വേരിയന്റ് നമ്മൾ ബാഡ്ജ് ചെയ്യുന്നില്ല. അതേസമയം ഒറ്റ നമ്മുടെ വണ്ടിയുടെ ഒരു പേര് മാത്രം ബാഡ്ജ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആൻറ്റിനയിലൊന്നും വരാം. ആൻറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് ഷാർപ്പിൻ ആൻറ്റിനാണ് കൊടുത്തിരിക്കുന്നത്. ഷാർപ്പിൻ ആൻറ്റിനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹൈ റേഞ്ച് നമുക്ക് അതിനകത്താക്കി കിട്ടും. നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി നമുക്ക് മ്യൂസിക്കിലായാലും ഗെയിമിലായാലും എഫ്എമ്മിലായാലും നമുക്ക് സ്പോയിലർ വരുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനിൽ തന്നെ സെയിം വണ്ടി ബോഡി കളറിൽ തന്നെയാണ് സ്പോയിലർ വരുന്നത്. ഈ ഒരു എയറോഡൈനമിക് ഷേക്കിൽ ഈ ഒരു സ്പോയിലർ കൊടുത്തിരിക്കുന്നത് ബോഡി കളറിൽ തന്നെയാണ്. പിയാനോ ബ്ലാക്ക് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല നെക്സോണിൽ. നമുക്കിനി നെക്സോണിൻ്റെ അകത്ത് ഇന്റീരിയർ ഒന്ന് പരിചയപ്പെടാം. നെക്സോണിൻ്റെ അകത്ത് ഇന്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ഡാഷ് ബോർഡിലെല്ലാം നമുക്ക് ട്രൈ-ആരോ ഡിസൈൻ, പിന്നെ അകത്ത് ഒരു ഡോറിൻ്റെ ആ സൈഡിലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷൻ, ഒരു പിയാനോ ബ്ലാക്ക് കോമ്പിനേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരു ട്രൈ-ആരോ ഡിസൈനും കാര്യങ്ങളും. അകത്ത് നല്ലൊരു പ്രീമിയം തോന്നിക്കുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ എന്നൊക്കെ പറയുന്നത്. ഡോറിൻ്റെ ആയാലും ഒരു ഡ്യുവൽ ടോൺ കോമ്പിനേഷനും കാര്യങ്ങളും പിയാനോ ബ്ലാക്കിൻ്റെ കോമ്പിനേഷനും എല്ലാം ഒരു പ്രീമിയം സ്റ്റൈലിഷാണ് നമുക്ക് തരുന്നത്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പോലെ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റീരിയോയെ കുറിച്ച് നോക്കാം. സ്റ്റീരിയോ വരുന്നത് നേരത്തെ നമ്മൾ പരിചയപ്പെട്ട എല്ലാ വണ്ടിയിലും ഉള്ള പോലെ തന്നെ ഹാർമണിൻ്റെ സ്റ്റീരിയോ ആണ്. നമ്മുടെ എല്ലാ വണ്ടിയിലും ഹാർമൺ സ്റ്റീരിയോ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാർമണിൻ്റെ സ്റ്റീരിയോയിൽ നമുക്ക് JBLന്റെ 4 സ്പീക്കറും 4 ട്യൂട്ടറും ആയിരിക്കും നമുക്ക് നെക്സോണിൽ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം വരുന്നുണ്ട്. ഇതിന്റെ മണ്ടയ്ക്കത്തെ ഓപ്ഷൻ XZ+ ഓയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻബിൽട്ട് GPS സഹിതമായിരിക്കും നെക്സോണിൽ കിട്ടുന്നത്. ഇൻബിൽട്ട് GPS സഹിതം നാവിഗേഷൻ ഫെസിലിറ്റി എല്ലാം നമുക്ക് അതിനകത്ത് കിട്ടിയിരിക്കും. ടിൽറ്റഡ് സ്റ്റിയറിംഗ് ആയിരിക്കും, നമുക്ക് സ്റ്റിയറിംഗ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റിയറിംഗിൽ കൺട്രോൾസ് ഉണ്ടായിരിക്കും. പിന്നെ വരുമ്പോഴത്തേക്ക് നമ്മുടെ കീലെസ് എൻട്രി തന്നെ ആയിരിക്കും ഇതിനകത്ത് നെക്സോണിനകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. കീലെസ് എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ കാണാം നമുക്ക് ഇവിടെയാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വണ്ടിയുടെ ഓപ്പറേറ്റിംഗ് വരുന്നത്. എഞ്ചിൻ ഓഫും സ്റ്റാർട്ടും ഇഗ്നിഷൻ ഓണും ഓഫും എല്ലാം നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പിന്നെ ഇതിന്റെ ടോപ്പ് വേരിയന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ക്ലസ്റ്ററിനകത്ത് കുറെ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജീസ് വരും നമ്മുടെ ഈ ക്ലസ്റ്ററിനകത്ത്. അതായത് നമ്മുടെ വീടിന്റെ അലൈൻമെന്റ്, ടയർ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ ടോപ്പ് വേരിയന്റിൽ കിട്ടും. ഇതും ടോപ്പ് വേരിയന്റ് ആണ്. ഇതിന്റെ മണ്ടയ്ക്ക് ഇത് പുതിയ അപ്ഡേഷനിൽ വന്ന XZ+ എന്ന് പറയുന്ന വേരിയന്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് നമ്മുടെ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ആ ക്ലസ്റ്ററിനകത്ത് കിട്ടും. അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വേരിയന്റിൽ ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗും കാര്യങ്ങളും ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. ക്രൂയിസ് കൺട്രോൾ ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഫെസിലിറ്റീസ് ഇതിന്റെ ടോപ്പ് വേരിയന്റിൽ കിട്ടും. പിന്നെ സൺറൂഫും വിത്ത് സൺറൂഫാണ് ടോപ്പ് വേരിയന്റിൽ വരുന്നത്. നമുക്ക് അകത്തെ ഒരു ഡിസൈൻ ഒക്കെ നോക്കാം. ഞാൻ നേരത്തെ പരിചയപ്പെടുത്തി നമുക്ക് ട്രൈ-ആരോ ഡിസൈൻ, ഇവിടെയാണ് നമുക്ക് അതിൻ്റെ ഒരു ട്രൈ-ആരോ ഡിസൈൻ ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. നമുക്ക് നോക്കുമ്പോൾ അറിയാൻ നല്ല മനോഹരമായിട്ട് തന്നെയാണ് അത് ടാറ്റ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് AC vents നോക്കാം. AC vents നോക്കുമ്പോഴത്തേക്ക് AC ventsന് ചുറ്റും ഒരു ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളും, പിന്നെ നമ്മുടെ ഇവിടുത്തെ വോളിയം ബട്ടണിലാണല്ലോ അവിടെ ഒരു ക്രോം ഫിനിഷിങ് വളരെ മനോഹരമായിട്ട് തന്നെയാണ് എല്ലാ ഒരു ഓപ്ഷനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ AC-യിലേക്ക് വരാം. AC-യിലേക്ക് വരുമ്പോഴും അവിടെ ഒരു ക്രോം ഫിനിഷിങ്ങും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ
നമുക്ക് ഗിയർ നോബിലേക്ക് വരുമ്പോഴത്തേക്ക് 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് നെക്സോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 6 സ്പീഡ് ട്രാൻസ്മിഷനിൽ 1200 cc ആണ് എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. 1200 cc-യിൽ 110 PS പവർ ഔട്ട്പുട്ടാണ് നെക്സോണിൽ വരുന്നത്. നെക്സോണിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ്. റിവോട്ടോൺ ടെർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിനാണ് നെക്സോണിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നല്ലൊരു പെർഫോമൻസ് തന്നെ നെക്സോണിൽ നമുക്ക് കിട്ടും. 110 PS ടെർബോയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നുണ്ട്. നല്ല സൂപ്പർ ഒരു ടെക്നോളജി തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ വണ്ടിയിൽ മൾട്ടി ഡ്രൈവിംഗ് മോഡ് എടുത്ത് പറയേണ്ട ഒരു ഘടകമാണ്. ഈ 110 PS പവർ ഔട്ട്പുട്ടിൽ 3 മൾട്ടി ഡ്രൈവിംഗ് മോഡാണ് നെക്സോണിൽ വരുന്നത്. അതായത് നമുക്ക് ഇവിടേക്ക് വരാമെങ്കിൽ കാണാം എക്കണോമി, സിറ്റി, സ്പോർട്ട്, ഇങ്ങനെ 3 മൾട്ടി ഡ്രൈവിംഗ് മോഡ്സ് ആണ് വണ്ടിയിൽ വരുന്നത്. അതായത് മൾട്ടി ഡ്രൈവിംഗ് മോഡിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് നമുക്ക് 110 PS പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമുക്ക് സ്പോർട്ട് മോഡിൽ മാത്രമായിരിക്കും. ഈ ഒരു സ്പോർട്ട് മോഡിൽ മാത്രമായിരിക്കും 110 PS പവർ ഔട്ട്പുട്ട് കിട്ടുന്നത്. പിന്നെ എക്കണോമി മോഡ് എന്ന് പറയുന്നത് നമുക്ക് മൈലേജ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡാണ്. അതായത് ഈ 110 PS പവർ ഔട്ട്പുട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ഞാൻ. അതായത് 110 PS പവർ ഔട്ട്പുട്ട് എന്നുള്ളത് 100 PS പവറിലേക്ക് വരികയാണ് എക്കണോമി മോഡിലേക്ക് ഇടുമ്പോഴത്തേക്ക്. പിന്നെ സിറ്റി ഡ്രൈവ് മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് 105 PS പവർ ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. വണ്ടി സ്റ്റാർട്ടിങ് എപ്പോഴും സിറ്റി മോഡിലായിരിക്കും സ്റ്റാർട്ടഡ് ആവുന്നത്. അതുപോലെ നമുക്ക് സ്പോർട്ട് മോഡ്, നമുക്ക് ഡ്രൈവിംഗിൽ തന്നെ ഏത് മോഡാന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് നിർത്തിയിടുന്ന കണ്ടീഷനിലൊന്നും അങ്ങനെയൊന്നും ഒരു കണ്ടീഷൻസ് വരുന്നില്ല. നമുക്ക് ഏതൊരു കണ്ടീഷനിലും, ഡ്രൈവിംഗിലായാലും അല്ലാത്ത കണ്ടീഷനിലായാലും എല്ലാം നമുക്ക് ഈ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. കംഫർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സീറ്റിങ്ങിന്റെ കാര്യത്തിൽ നല്ലൊരു തൈ സപ്പോർട്ടഡ് സീറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടുത്തെ നമ്മുടെ ഒരു പൊസിഷനിലേക്ക് വരാം. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആംബ്രസ്റ്റ് വിത്ത് ഫ്രണ്ട് ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ഫ്രണ്ട് ആംബ്രസ്റ്റിൽ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇവിടെ ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു സ്ലൈഡറായിട്ട് നമുക്ക് ഉപയോഗിച്ച് കുറച്ചുകൂടെ യൂട്ടിലിറ്റി സ്പേസ് കൂട്ടാൻ പറ്റും. നമുക്കിവിടെ ഫോണും മറ്റും ഹോൾഡ് ചെയ്യാനായിട്ട് നല്ലൊരു സ്പേസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഗ്ലോ ബോക്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം നല്ലൊരു അത്യാവശ്യം സ്പേസ് എല്ലാം വരുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ടീയോ കാര്യങ്ങളോ ഹോൾഡ് ചെയ്യാനുള്ളൊരു സ്ഥലവും, പിന്നെ എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളും, പിന്നെ ഇവിടെ നമുക്കൊരു പുലിയുടെ ചിഹ്നം കാണാം. അത് നമ്മുടെ ആനിമൽ സേഫ്റ്റിയുടെ തന്നെയാണ്. ഞാനിപ്പം പല വട്ടമായിട്ട് കാണിച്ചു. നമുക്ക് ഒരു ആനിമൽ സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് വണ്ടിയിൽ ഓരോ ആനിമലിൻ്റെ ലേബലും കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു പാഴ്സൽ ട്രേ ആയിട്ട് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്തെങ്കിലും കൂളിംഗ് ആയിട്ട് ഇവിടെയാണ് വരുന്നത്. കൂളിംഗ് ഉള്ള ഗ്ലോ ബോക്സ് ആണ്. എന്തെങ്കിലും ചെറിയ ബോട്ടിൽ വാട്ടർ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വെച്ച് തണുപ്പിച്ച് നമുക്ക് ചില്ലായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അങ്ങനെ ഗ്ലോ ബോക്സ് കൂൾഡ് ആണ്. ഫ്രണ്ട് ഇരിക്കുമ്പോൾ നമുക്ക് അറിയാം വളരെ കംഫർട്ടാണ് സീറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ആംബ്രസ്റ്റ് പിന്നെ ഈ സൈഡിലത്തെ ഈ ഒരു മെറ്റീരിയൽ നമുക്ക് വളരെ കംഫർട്ടായിട്ടിരിക്കാവുന്ന രീതിയിലാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഈ സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് ആണ്. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ് ആണ്. ഞാൻ നമ്മുടെ കംഫർട്ട് അനുസരിച്ച് സീറ്റ് ബെൽറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് നമ്മുടെ കംഫർട്ടായിട്ട് ഇടാൻ പറ്റും. അതുപോലെ തന്നെ ലെഗ് റൂം എന്ന് പറയുന്നത് വളരെ വളരെ നല്ലൊരു സ്പേസ് വരുന്ന വണ്ടിയാണ് നെക്സോൺ എന്ന് പറയുന്നത്. നമുക്ക് വളരെ കംഫർട്ടായിട്ടുള്ള യാത്രയായിരിക്കും നെക്സോണിൽ കിട്ടുന്നത്. അതായത് ഡ്രൈവറിനും കോ ഡ്രൈവറിനും ബാക്കിലിരിക്കുന്നവർക്കായാലും വളരെ കംഫർട്ടായിട്ട് വളരെ വളരെ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും നെക്സോൺ എന്ന് പറയുന്ന വണ്ടിയിൽ കിട്ടുന്നത്. ബാക്കിലത്തെ സ്പേസിലേക്ക് വരാം. ബാക്കിലിരിക്കുമ്പോൾ നമുക്ക് അറിയാം വളരെ വിശാലമായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. നല്ലൊരു ലെഗ് റൂമും കാര്യങ്ങളും എല്ലാം നെക്സോണിൽ കിട്ടുന്നുണ്ട്. ഹെഡ് ഗ്രൂം ആണെങ്കിൽ പോലും നല്ലൊരു സ്പേസ് തന്നെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിൽ AC വെൻസ് വരുന്നുണ്ട്. ബാക്കിൽ AC വെൻസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിലാണ് ബാക്കിൽ AC വെൻസ് വരുന്നത്. നമുക്ക് കാണാം ഇവിടെ. പിന്നെ 3 പേർക്ക് കംഫർട്ടായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു സീറ്റിംഗ് ആണ് വരുന്നത്. 2 പേരെയുള്ള പാസഞ്ചറെ ഉള്ളതെങ്കിൽ നമുക്ക് ആംബ്രസ്റ്റ് യൂസബിൾ ആണ്. വിത്ത് കപ്പ് ഹോൾഡർ ആണ് വരുന്നത്. നമുക്ക് വളരെ കംഫർട്ടായിട്ട് തന്നെ ഇരിക്കാൻ പറ്റും. പിന്നെ സീറ്റിങ്ങിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് നമുക്കൊരു സീറ്റ് കവറിൻ്റെ ആവശ്യമായിട്ട് വരുന്നില്ല. ഒരു ട്രൈ ആരോ ഡിസൈൻ വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചൊരു സീറ്റിംഗ് ആണ് നെക്സോണിൽ കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റും കാര്യങ്ങളുമാണ് നെക്സോണിൽ വരുന്നത്. നെക്സോണിലേക്ക് വരുമ്പോഴത്തേക്ക് നെക്സോണിൻ്റെ ബൂട്ട് സ്പേസ് വളരെ വളരെ കംഫർട്ടായിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. അതായത് ഈ ഒരു കോമ്പാക്ട് XUV സെഗ്മെന്റിൽ 345 ലിറ്റർ ബൂട്ട് സ്പേസോട് കൂടിയാണ് നെക്സോൺ നമുക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ 60/40 ഫോൾഡിങ് സീറ്റിംഗുമാണ് വരുന്നത്. 16 14 ഫോൾഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ 2 രീതിയിൽ സീറ്റിംഗ് ഫോൾഡിങ് കപ്പാസിറ്റിയാണ് വരുന്നത്. അതുപോലെ നമുക്ക് അങ്ങനെ നമുക്ക്
സ്പേസ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അഡ്വാൻസ്ഡ് ആണ് വേണം, ടെക്നോളജിയിലായാലും സേഫ്റ്റിയിലായാലും എല്ലാ കാര്യത്തിലും അഡ്വാൻസ്ഡ് ആണ്, ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ഡ്രൈവർ ഡോറിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു അംബർല ഹോൾഡർ ഇതിനകത്ത് യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലാണ് അംബർല ഹോൾഡർ വരുന്നത്. നമുക്ക് ഇവിടേക്ക് നമുക്ക് നനഞ്ഞ കുടയാണെങ്കിലും അല്ലാതെ എങ്ങനെയാണെങ്കിലും നമുക്ക് ഇവിടേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഫോൾഡ് ചെയ്തിട്ട് ഇവിടേക്ക് തന്നെ ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഇവിടെ നമ്മുടെ ആംബസിനും ഇതിന് താഴെയായിട്ട് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് വരുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു ഡിസൈനായിട്ട് പറയാനാണ് ഈ എക്സ് രീതിയിലുള്ള ഒരു വൈറ്റ് ബാഡ്ജിങ്. ഒരു എക്സ് ആകൃതിയിലാണ് ഇത് ബാഡ്ജ് ചെയ്തത്. ഒരു വണ്ടിയിൽ വളരെ ഒരു എടുപ്പ് അറിയുന്ന ഒരു ഡിസൈനാണ്. ആ സെയിം ഡിസൈൻ തന്നെ നമ്മുടെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു പോർഷനിലെല്ലാം വരുന്നുണ്ട്. ഇവിടുന്ന് ഫ്രണ്ട് വരെ ആ ഒരു ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഫ്രണ്ട്സ്, ഈ നെക്സോണിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ അറിവുകൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് പങ്കുവെക്കുക. ഇതിനോടുള്ള നെക്സോണിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വാഹന സംബന്ധമായ നെക്സോണിന്റെ ഏത് വാഹന സംബന്ധമായ സംശയങ്ങൾക്ക് വിഷ്ണുവായിട്ട് കോൺടാക്ട് ചെയ്യുക. അതുപോലെ വാഹനം എടുക്കാൻ ആഗ്രഹിക്കുന്ന ടെസ്റ്റ് ഡ്രൈവ് ആഗ്രഹിക്കുന്ന കോൺടാക്ട് ചെയ്യുക. NCS കാൻപൂർ ഷോറൂമോട് നിങ്ങൾ ബന്ധപ്പെടുക. താങ്ക് യു ഫോർ വാച്ചിങ് സഞ്ചാരി ട്രാവൽ.